ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കോളൊക്കെ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കാം, അതും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക പ്ലീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളിലോട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് സംഭവം എന്നല്ലേ? ഓക്കെ, ഞാൻ ഈവനിങ്ങിൽ ഇങ്ങനെ അലമാരി തുറന്നപ്പോഴുണ്ടല്ലോ, അവിടെ ഹസ്ബൻഡിൻ്റെയും ഹസ്ബൻഡ് ചേട്ടൻ്റെയും ഒക്കെ പഴയ ഫോട്ടോസൊക്കെയുള്ള ആൽബംസ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് എനിക്കൊരു സംഭവം കിട്ടി. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഒത്തിരി വലിച്ചു നീട്ടി പോകുന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് ചെറിയ കോൾഡൊക്കെ ഉണ്ട്, സോ സൗണ്ടിലൊരു ചെറിയ വ്യത്യാസം കാണും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് ചേട്ടായുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ബർത്ത് കാർഡ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ചേട്ടയുടെ ബർത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ള കാർഡാണ് കേട്ടോ. 93-ലാണ് കേട്ടോ. 93-ലെ കാർഡാണിത്. സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് എൻ്റെയും ഡെലിവറി കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ പുതിയ കാർഡ്, അതായത് 93, ഇത് 2024. അപ്പോൾ അത്രയും വർഷത്തെ വ്യത്യാസമുണ്ട്, 30-32 വർഷത്തെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇത് എൻ്റെ കാർഡാണ് കേട്ടോ, എനിക്ക് കിട്ടിയ കാർഡാണ്. അടുത്ത ആൾക്കാർ പറയുന്നതാണ്, ഞങ്ങൾ 3 മാസം തൊട്ട് കൊച്ചിന് കുറുക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പശുമ്പാൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൊടുക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അതിശയിച്ചിട്ടുണ്ട്. ഈ 3 മാസവും നമ്മളോടൊക്കെ പറഞ്ഞേക്കുന്നത് എന്താ, 6 മാസം കഴിയാതെ ഒന്നും കൊടുക്കരുതെന്നാണ് കുട്ടികൾക്ക്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന് എനിക്കിന്ന് മനസ്സിലായി. എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ടാണ് പോകുന്നത്. ഇത് മോൻ്റെ എനിക്ക് കിട്ടിയ കാർഡാണ് കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ, 6 മാസം വരെ മുലപ്പാൽ മാത്രം മതി, 6 മന്ത്സ് വരെ. ഇതാണ് കേട്ടോ പണ്ടത്തെ കാർഡ്, ചേട്ടായുടെ 93-ലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കേ, 3 മാസം കഴിയുമ്പോൾ 3 മാസം വരെ മുലപ്പാൽ മാത്രം. മുലപ്പാൽ ആവശ്യത്തിനില്ലെങ്കിൽ പശുവിൻ പാൽ കൊടുക്കാം, അല്ലെങ്കിൽ പൊടിപ്പാൽ കൊടുക്കാം. 3-4 മാസത്തിന് നോക്കിയാൽ മുലപ്പാൽ മാത്രം പോരാ, ഏതെങ്കിലും ഒരു കുറുക്ക് ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രം, സെർലാക്കോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ നമ്മുടെ ഏത്തയ്ക്ക ഉണക്കിയത്, ഓറഞ്ച് നീര്, മുന്തിരി നീര്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അത് എന്നോട്ടാണ് 3 മാസം തൊട്ട്. പിന്നെ പശുവിൻ പാലിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, വെള്ളം ചേർക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടോ. ആക്ച്വലി അവർ പറയുന്നത് ശരിയാണ്, അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാം. ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ്, 3 മാസം തൊട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ശരിക്കും ഇപ്പം അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ് പണ്ടത്തെ കാലത്തെ കാർഡിലുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ അമ്മമാരെ അച്ഛന്മാരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ.